ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജൂൺ 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വിസിലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന 4ാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുമ്പത്തെ 3 വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ ആ വീഡിയോസ് കൂടി ഒന്ന് കാണുക. അതിലും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ തന്നെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ വീഡിയോയിലെല്ലാം പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ ലഭിക്കണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്കിനി നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർക്കറിയാം, നമ്മുടെ എല്ലാ വീഡിയോസിലും അതിൻ്റെ അവസാനം നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ടാവും. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളാണ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കമൻറ്റ് ചെയ്ത വ്യക്തിയെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിജയിയായി പ്രഖ്യാപിക്കുന്നതാണ്. ആദ്യം കമൻറ്റ് ചെയ്യുന്നവരെയാണ് നമ്മൾ വിജയികളായി പ്രഖ്യാപിക്കാറ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിജയി ആരാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതിൻ്റെ ഉത്തരം നെയ്യാറാണ്. കുറേ പേർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വിജയികളായി സെലക്ട് ചെയ്തവരെയാണ് അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നറായി 6 പേരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ പേര് ടൈപ്പ് ചെയ്ത റിജോ, അഭിഷേക് PR, ശൗഷ്ണ എന്ന് പറയുന്ന വ്യക്തികളാണുള്ളത്. കൂടാതെ സിദ്ധാർത്ഥ് പ്രതീഷ്, യൂസഫ്, BMP എന്ന് പറയുന്ന അക്കൗണ്ടുകളെയും വിന്നറായി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവും എല്ലാവരും കമൻറ്റ് ചെയ്യുക. വിന്നറിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചോദ്യം വായിച്ച ഉടൻ തന്നെ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ഉത്തരം അറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മേധാ പട്കർ. മേധാ പട്കറാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം: ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മസനോബു ഫുക്കുവോക്ക. അതായത് ഈ വ്യക്തിയാണ് ജൈവ കൃഷിയുടെ പിതാവ് എന്ന പേരിൽ അഥവാ ഉപജ്ഞാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? യൂജിൻ P. ഓഡാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് യൂജിൻ P. ഓഡ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ചോദ്യത്തിൽ ആധുനിക പരിസ്ഥിതിയുടെ പിതാവിനെ പറ്റിയാണ് പറഞ്ഞത്. നാലാമത്തെ ചോദ്യം പരിസ്ഥിതിയുടെ പിതാവ് ആരാണ് എന്നാണ്. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. അതായത് പരിസ്ഥിതിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് എന്ന് പറയുന്ന വ്യക്തിയാണ്. അഞ്ചാമത്തെ ചോദ്യം: ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്കിനി ഉത്തരത്തിലേക്ക് കടക്കാം. റേച്ചൽ കഴ്സൺ എന്ന് പറയുന്ന സ്ത്രീയാണ് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഇതേപോലെ എക്കോസിസ്റ്റം എന്ന് പറയുന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് എന്ന ചോദ്യം നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ഉത്തരം ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്കിപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം. ഏണസ്റ്റ് ഹെയ്ക്കൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇക്കോളജി എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത്. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മേദിനി പുരസ്കാരം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
പരിസ്ഥിതി മേഖലയുമായി ബന്ധപ്പെട്ടാണ് മേദിനി പുരസ്കാരം നൽകി വരുന്നത്. 7ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പരിസ്ഥിതി മേഖല. 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? ഇതിനു മുമ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതലും കുറവും വനപ്രദേശമുള്ള ജില്ലകളെ പറ്റി നമ്മൾ പറഞ്ഞതാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഇടുക്കിയും ഏറ്റവും കുറവ് വനപ്രദേശമുള്ള ജില്ല ആലപ്പുഴയുമാണ്. ഇതുകൂടി ഓർത്തു വെക്കുക. 9ാമത്തെ ചോദ്യം ഇതാണ്. 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? KM മുൻഷി എന്ന് പറയുന്ന വ്യക്തിയാണ് 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പശ്ചിമ ബംഗാൾ, അതായത് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ളത്. 11ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 12ാമത്തെ ചോദ്യം. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ എൻവിറോൺമെൻറ്റൽ സയൻസിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രൊഫസർ R മിശ്രയാണ്. 13ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ ഒരു ചോദ്യം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. എല്ലാവരും പെട്ടെന്ന് തന്നെ ഉത്തരം കമൻറ്റ് ചെയ്യുക. LP തൊട്ട് ഹയർ സെക്കൻഡറി വരെയുള്ള ലെവലിൽ എല്ലാ ലെവലിലും ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമായതുകൊണ്ടാണ് കൂടുതൽ വീഡിയോസിൽ ഈ ഒരു ചോദ്യം ഉൾപ്പെടുത്തുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡനായ ദ ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 14ാമത്തെ ചോദ്യം ഇതാണ്. ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അതായത് ക്യോട്ടോ എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യോട്ടോ പ്രോട്ടോക്കോൾ കാലാവസ്ഥ മാറ്റവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വീഡിയോയിലെ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? പതിനഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗമാണ് ആന. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം വായിച്ച ഉടൻ തന്നെ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യാൻ മറക്കാതിരിക്കുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വിന്നറിനെയും ഇതിൻ്റെ ആൻസറും നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.